Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പൊ റെയ്നറും ആനിയും അവർ രണ്ടുപേരും ടൈറ്റൻസായി മാറി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കണ്ട് ഇവിടെ എലനയാണെങ്കിൽ ലീവായി കളിയാക്കിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം ഇപ്പൊ ഫൈറ്റ് ചെയ്യാണ്. ഇത് ശരിക്കും നന്നായിട്ടുണ്ടല്ലേ ചോദിക്കും. ലീവായി ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. മറ്റൊരു ഭാഗത്ത് കോണിയാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവന്റെ ഫ്രണ്ട്സിനെ തന്നെ ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ആർമനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ അവരെങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്നത് കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. ഇതാ മറ്റൊരു ഭാഗത്ത് ആനിയും റെയ്നറും അവർ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ആനിയാണെങ്കിൽ ഒരു കാര്യം കേട്ട് ഞെട്ടും. അത് മറ്റൊന്നുമല്ല, ആ ഒരു ബോട്ട് സർവീസ് ചെയ്തെടുക്കാനായിട്ട് മിനിമം ഒരു ദിവസമെങ്കിലും ടെക്നീഷ്യൻസിന് ആവശ്യമാണ്. അത് കേട്ട് അവർ ഷോക്ക് ആവുകയാണ്. അങ്ങനെ ഒരു വമ്മ ട്വിസ്റ്റ് അത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. അകത്തിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹമാണെങ്കിൽ ആ ടെക്നീഷ്യൻസിനോട് റിക്വസ്റ്റ് ചെയ്യും, അതിനു മുൻപ് തീർക്കാനായിട്ട് കഴിയില്ലേ. അവർ പറയും എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ഹാഫ് ഡേ അത് കിട്ടിയേ തീരൂ. ആണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹാഫ് ഡേ എങ്ങനെ ഇവരെ എല്ലാവരെയും പ്രിവെന്റ് ചെയ്ത് നിർത്തും. മാത്രമല്ല ആ സമയം കൊണ്ട് റംബ്ലിംഗ് അത് ഒരുപാട് ഇമ്പോർട്ടേക്ക് പോയിരിക്കും. പലരുടെയും ജീവനും പല സ്ഥലങ്ങളും അത് തകർത്ത് കളയും. ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും, ഹാഫ് ഡേ കൊണ്ട് അവർക്ക് 600 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ റംബ്ലിംഗ് കംപ്ലീറ്റ് ആവാൻ വെറും 4 ദിവസം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അതിനുള്ളിൽ അവർ ലോകം മുഴുവൻ നശിപ്പിക്കും. മാത്രമല്ല എറിനിപ്പോ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് പോലും അറിയില്ല. ആ സമയത്തായിരിക്കും കെമിയോ ഒരു ഐഡിയ കൊടുക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സൗത്ത് സൈഡിലായിട്ട് മാർലിയൻ പോസ്റ്റൽ അങ്ങനെ ഒന്നുണ്ട്. മാർലിയൻ പോസ്റ്റലില് ബോട്ട് സർവീസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സോ നമ്മൾ അവിടേക്ക് എത്തുകയാണെങ്കിൽ എത്രയും വേഗം സർവീസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എയറിനെ തടയാനായിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് കഴിയും. കംപ്ലിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവിടേക്ക് എത്തണമെന്ന് പറയും. ഉടനെ മാർക്കാണെങ്കിൽ അവരോട് പറയും, ആ ഒരു ബോട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നത് വലിയൊരു കപ്പലിലാണ്. ആ കപ്പലില് ഫ്യൂൽ ഫിൽഡ് ആണോ എന്ന് ഇപ്പോൾ ആ ഒരു ടെക്നീഷ്യൻസിനോട് ചോദിക്കും. അതിന് അവർ പറയും, അരമണിക്കൂർ സമയം തരികയാണെങ്കിൽ എല്ലാം സെറ്റാക്കാം. മകത്ത് ദേഷ്യപ്പെടും. 15 മിനിറ്റ് കൂടുതലൊന്നും തരില്ല. അതിനുള്ളിൽ അത് സെറ്റായി ഇവിടുന്ന് ട്രാവൽ ചെയ്യണം. പിന്നെ ഹാൻജി ആണെങ്കിൽ അവരെല്ലാവരെയും വിളിച്ച് ആ ഒരു കപ്പലിന് നേരെ കുതിച്ചു പായാണ്. കട്ട് ചെയ്ത ആനയാണെങ്കിൽ ആ സോൾജിയേഴ്സുമായിട്ട് പോരാടും. സോൾജിയേഴ്സിന്റെ കയ്യിലുള്ള ആ ഒരു 3D മാനുവൽ ഗിയർ അതിപ്പോ വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവളുടെ അറ്റാക്കിൽ നിന്ന് അവരൊക്കെ ഹായ് ആയിട്ട് രക്ഷപ്പെടുകയാണ്. ആ സമയം മിക്കാസ അവിടേക്ക് വന്ന് അവരുടെ പ്ലാൻ ചേഞ്ച് ആയ കാര്യം ആനയെ അറിയിക്കും. നമുക്ക് എത്രയും വേഗം ആ മെയിൻ പോർട്ടിലേക്ക് എത്തണം. ഇതാ ഇവിടെ ആ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവനാണെങ്കിൽ വിളിച്ചു പറയും, ആ ഒരു ടെക്നീഷ്യൻസിനെയും അവരെയും വെറുതെ വിടാൻ പാടില്ല. ആ ടെക്നീഷ്യൻസിനെ കൊന്നു കളഞ്ഞാൽ തന്നെ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവർ അറിഞ്ഞ് ഷൂട്ട് ചെയ്യും. ആ സമയം മിക്കാസ അവളാണെങ്കിൽ ആ സോൾജിയേഴ്സിനെ എല്ലാവരും അറ്റാക്ക് ചെയ്ത് അവരെ സേവ് ചെയ്ത് കപ്പലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു ബ്രൗൺ ഹെയർ തലയനാണെങ്കിൽ എന്തിനാണ് കിയോമിയെ നമ്മുടെ ആൾക്കാർ സേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ അധികം വൈകാതെ അവനത് തിരിച്ചറിഞ്ഞ് ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് റെയ്നർ ആണെങ്കിൽ ആ ബുള്ളറ്റ്സ് നമ്മുടെ ആൾക്കാരുടെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ കവർ ചെയ്യും. ആ സമയത്ത് അവരാണെങ്കിൽ സ്പിയർ വെച്ച് അവനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ഒരു സോൾജിയർ ആണെങ്കിൽ ചാടി വന്ന് വിളിച്ചു പറയും, ആ ഫീമെയിൽ ടൈറ്റനെ അവൾ ആദ്യം തകർക്കണം. അത് കേട്ട് ഒരുപാട് സോൾജിയേഴ്സ് അവളുടെ നേർക്ക് വന്ന് സ്പിയർ അങ്ങനെ കുത്തി ഇറക്കുകയാണ്. ആനയ്ക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവൾ അപ്പോഴും നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു അറ്റാക്കുകളെല്ലാം ഏറ്റുവാങ്ങി ആ ഒരു സോൾജിയേഴ്സിനെ തടഞ്ഞുകൊണ്ടേയിരിക്കും. റെയ്നർ ആണെങ്കിൽ ആനിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരും. ഉടനെ ഒരുപാട് സ്പിയറുകൾ അവന്റെ മുഖത്തങ്ങനെ തറച്ചു കയറി പൊട്ടിത്തെറിക്കും. ഇവിടെ ആ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവൻ തിരിച്ചറിയും, ആ മെയിൻ ലാൻഡിലേക്ക് കൊണ്ടുപോയി ബോട്ട് സർവീസ് ചെയ്ത് അവിടെ എറിനെ തടയാനാണ് അവർ പ്ലാൻ ചെയ്തത്. ഉടനെ അവനാണെങ്കിൽ സോൾജിയേഴ്സിനോട് ആ കാര്യം പറയും, എന്ത് വില കൊടുത്ത് നമ്മളത് തടയണം. ആ കപ്പൽ ഉപയോഗിച്ച് അത് അവിടേക്ക് കൊണ്ടുപോകാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായാലും എറിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കും. സോ എന്ത് വില കൊടുത്തും നമ്മളത് തടഞ്ഞേ പറ്റുമെന്ന് അവനിപ്പോ അസിസ്റ്റൻസിനോട് പറയും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ളവരെല്ലാവരും പാരഡൈസ് ഐലാൻഡിനെതിരെ തിരിയും. അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ഐലാൻഡിലുള്ളവരെ നശിപ്പിച്ചു കളയും. നമ്മുടെ പാരന്റ്സ്, സിബ്ലിങ്സ്, അങ്ങനെ എല്ലാവരും നമുക്ക് നഷ്ടമാവും. സോ ഒരു കാരണവശാലും അവരെ എറിനെ തടയാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവര് ബോട്ടും കപ്പലൊക്കെ എടുത്ത് അവരെ തടയാൻ ശ്രമിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ കാർ ടൈറ്റിന്റെ മുതുകില് നമ്മുടെ ആൾക്കാരങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ റെയ്നറിന്റെയും ആനിയുടെ അവസ്ഥ കാണും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കപ്പൽ അവർ തകർക്കും. എന്റെ ജോ ടൈറ്റന്റെ പവർ അത് ഞാൻ കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഫാൽക്കോ ആണെങ്കിൽ അവന് ടൈറ്റൻ പവറിലേക്ക് പോകാൻ തയ്യാറെടുക്കും. ഇക്കാണെങ്കിൽ ഇപ്പോ അവനോട് പറയും, ആദ്യമായിട്ടാണ് നീ ടൈറ്റൻ പവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ നിന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് കഴിയുമോ? അതിനവൻ പറയും, എന്റെ സ്ഥാനത്ത് ഗല്യാടായിരുന്നെങ്കിൽ അവൻ ഉറപ്പായാലും ഇത് ഉപയോഗിച്ചേനെ. സോ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങൾ സേഫായ കപ്പലിലേക്ക് പോയിക്കൊള്ളൂ. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ടൈറ്റൻ ആവാൻ തയ്യാറെടുക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു വിധത്തിൽ കപ്പലിലേക്ക് എത്തുകയാണ്. ആ സമയം
ഒരു വലിയ തീവണ്ടി അവർക്ക് ലക്ഷ്യമാക്കി വരും. ആ തീവണ്ടിയാണെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് തകർന്നില്ലാതാവും. ഫാൽക്കോ ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അവന്റെ കയ്യിൽ അറഞ്ചം പുറഞ്ചും കുത്തിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും ടൈറ്റനായി മാറുക എന്നത് മാത്രമാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചെയ്ത ഒരു ഭാഗത്ത് ആനിയുടെ തല അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. റെയ്നറിനാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ ഗ്യാപ്പിൽ കോണി അവിടേക്ക് വന്ന് ആ സോൾജിയേഴ്സിനെ വെട്ടി താഴെയിടും. അതിനുശേഷം കാർട്ടൈറ്റനും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് കളത്തിൽ ഇറങ്ങുകയാണ്. അത് കണ്ട ആ ഒരു ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവനാണെങ്കിൽ ഇപ്പോ എങ്ങനെയെങ്കിലും ആ ടൈറ്റനെ തകർക്കണമെന്ന് പറയും. ആ സമയം ഫാൽക്കോ ആണെങ്കിൽ കയ്യിൽ പരുക്ക് പറ്റിച്ച് ഇപ്പോ ഒരു ടൈറ്റനായി മാറുകയാണ്. അവന്റെ ടൈറ്റൻ ഫോം അത് കുറച്ച് ഡിഫറെന്റ് ആണ്. അവനാണെങ്കിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അവന്റെ ടൈറ്റൻ ഫോം കണ്ട് ഭയം തോന്നുകയാണ്. അവൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ടൈറ്റനായി മാറുന്നത്. എവിടെയാ ബ്രൗൺ ഹെയർ ഫ്ലാഗ് പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ജോ ടൈറ്റനെ അങ്ങനെ ഫോക്കസ് ചെയ്യാണ്. അവനെ തകർക്കാനായിട്ട് കാർ ടൈറ്റന്റെ മുതുകത്ത് ചവിട്ടി അവനങ്ങനെ ചാടി വരും. മിക്കാസയാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും അവനെ തട്ടി മാറ്റി ഇപ്പൊ ആ കപ്പലിലേക്ക് വന്ന് ആ കപ്പൽ തകർക്കാനായിട്ട് അവൻ എയിം ചെയ്യും. എൽഡിയെ രക്ഷിക്കാനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വലിയൊരു തണ്ടർ സ്പിയർ അവനാണെങ്കിൽ കപ്പലിനെ നോക്കി അയക്കാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം അവന്റെ കൈ ഒരു ബുള്ളറ്റ് വന്ന് തകർക്കുകയാണ്. ആ തണ്ടർ സ്പിയർ അത് ചെറുതായിട്ട് തെന്നി നീങ്ങി കപ്പലിന്റെ തൊട്ടടുത്ത് വീണ് പൊട്ടിത്തെറിക്കുകയാണ്. ഭാഗ്യത്തിന് ആ കപ്പലിനൊന്നും സംഭവിക്കില്ല. നമ്മുടെ ആൾക്കാർ ശ്വാസം വലിച്ചു വിടും. പറ്റിയ ആ ബ്രൗൺ ഹെയർ ഫ്ലോക്ക് പയ്യൻ അവനാണെങ്കിൽ കടലിലേക്ക് അടിച്ചു വീഴും. അവൻ നിലവിളിച്ച് വീഴുന്ന കണ്ട സോൾജിയേഴ്സ് ആണെങ്കിൽ അവനെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പിൽ മിക്കാസ അവിടേക്ക് ചാടി വന്ന് അവളുടെ കയ്യിലുള്ള വെപ്പൻ ഉപയോഗിച്ച് സോൾജിയേഴ്സിനെ എല്ലാം തന്നെ ആറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവരുടെ ചോര എങ്ങനെ തുളുമ്പി അവളെങ്ങനെ ടെററായിട്ട് നിൽക്കും. അവരാണെങ്കിൽ ഒരു വിധത്തിൽ ഇപ്പൊ കപ്പലിൽ കയറി യാത്ര പുറപ്പെടാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് നമ്മുടെ ഫാൽക്കോ അവൻ ഫസ്റ്റ് ടൈറ്റനെ മാറിയതുകൊണ്ട് തന്നെ കൺട്രോൾ പോയി പീക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ഉടനെ മകത്താണെങ്കിൽ അവിടേക്ക് വന്ന് ബോട്ടൈറ്റിനെ ആഞ്ഞു വെട്ടി അതിൽ നിന്ന് ഇപ്പൊ അവനെ സേഫ് ആയിട്ട് പുറത്തേക്ക് എടുക്കും. കാര്യങ്ങളെല്ലാം സേഫായി. ഇനി എത്രയും വേഗം അവിടെ വിട്ട് പോർട്ടിലേക്ക് പോകണം. ആൾക്കാരെ ഓരോരുത്തരായിട്ട് ആ കപ്പലിൽ കയറ്റി അദ്ദേഹം പറഞ്ഞു വിടുകയാണ്. മകത്താണെങ്കിൽ ബ്ലാക്ക് മാന്റെ കയ്യിൽ ഇപ്പൊ ഫാൽക്കോയെ ഏൽപ്പിക്കും. ഞാൻ ഇവിടെ നിന്നേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവിടെ നിൽക്കുന്ന ആ സമയത്ത് സോൾജിയേഴ്സ് ആണെങ്കിൽ മകത്തിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴായിരിക്കും മറ്റാരോ വന്ന് ആ സോൾജിയേഴ്സിനെ കൊന്നുകളയാ. അന്നത് മറ്റാരുമല്ല, ആ മൊട്ട ട്രെയിനർ. ആളാണെങ്കിൽ മകത്തിനോട് പറയും ഇവിടെ മറ്റൊരു കപ്പലുണ്ട്, അതിൽ ഒരുപാട് എക്സ്പ്ലോഷർ വെപ്പൻസ് ഒക്കെ ഉണ്ട്. സോ അതുള്ളിടത്തോളം കാലം ടീമിന്റെ കപ്പൽ അപകടത്തിലാണ്. ഇവർക്ക് ഫോളോ ചെയ്തു പോയി ആ കപ്പൽ തകർക്കാൻ പറ്റും. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മകത്തും മൊട്ട ട്രെയിനറും അവർ രണ്ടുപേരും അകത്തേക്ക് പോയി അതിനകത്തുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ അഴിച്ചെടുത്ത് കടലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മകത്താണെങ്കിൽ മൊട്ട ട്രെയിനറിനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം ചേർന്നത്? അതിന് അദ്ദേഹമാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. കട്ട് ചെയ്തൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആനിയും ടീമും അവിടുന്ന് കടന്നുപോയ സമയത്ത് ജനലിലൂടെ നോക്കി നിന്നത് അത് മറ്റാരുമല്ല, ഈ മൊട്ട ട്രെയിനറാണ്. ആനി അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ചതാണ് നമ്മുടെ ആൾക്കാർ മെച്ചൂറായിട്ട് എന്തോ ഒരു തീരുമാനം എടുത്തു എന്ന്. അത് മനസ്സിലാക്കി അദ്ദേഹം അവിടേക്ക് വന്ന് ആ ഫ്ലോക്കിനെ ഷൂട്ട് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അകത്തിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് കുറ്റബോധം തോന്നും. മാർലിയൻസിനെ ഇംപ്രസ് ചെയ്യാനും അവരുടെ നാടിനെ രക്ഷിക്കാനും അവരുടെ നാടിനെ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മതിൽ അവർ തകർത്തു. അതിലൂടെ എൽഡിയൻസിന് ഒരുപാട് ജീവനുകൾ നഷ്ടമായി. തെറ്റ് ചെയ്തത് അത് ഞങ്ങളാണ്. മൊട്ട ട്രെയിനറാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും. ഇപ്പൊ സ്വയം കുറ്റപ്പെടുത്തേണ്ട സമയമല്ല, കാര്യങ്ങൾ ചിന്തിച്ച് വിവേകത്തോടുകൂടെ ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞ് ഗൺ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ആ സമയം ഡോറിലാണെങ്കിൽ സോൾജിയേഴ്സ് ആണെങ്കിൽ വന്ന് നോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. വാതിൽ തുറക്കാനായിട്ട് അവർ ആക്രോശിക്കും. പക്ഷെ അവർ രണ്ടുപേരും ഡോർ തുറക്കാതെ പരസ്പരം സംസാരിച്ച് പേരൊക്കെ പറയുകയാണ്. അവരാണെങ്കിൽ പരസ്പരം പറയും ഇനിയൊന്നും നോക്കാനില്ല, നമ്മളടക്കം ഈ കപ്പലിനെ തകർത്തേ പറ്റൂന്ന് പറഞ്ഞ് ആ വെടിമരുന്നിൽ ഷൂട്ട് ചെയ്ത് ആ കപ്പൽ മുഴുവനായിട്ട് തകർക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരുടെ ആ ഒരു ഷിപ്പ് കാണിക്കും. ആണെങ്കിൽ തീർത്ത് പറയും ലിബറിയോയെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് ആനിക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവൾ ഇത്രയും കാലവും ഫൈറ്റ് ചെയ്തതും ഇതെല്ലാം ചെയ്തതും ലിബറിയോ സേവ് ചെയ്യാനാണ്. പക്ഷെ ഇപ്പൊ ഹാഞ്ചി പറയുന്നത് നോക്കുമ്പോ ഇപ്പൊ അവൾക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് കഴിയില്ല. അവരാണെങ്കിൽ ഒരു നിമിഷം മകത്തിനെ കുറിച്ച് ആലോചിക്കും. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹം ഇപ്പൊ സെൽഫ് സാക്രിഫൈസ് ചെയ്തത്. കട്ട് ചെയ്ത ആനി ആണെങ്കിൽ മിക്കാസയെ നോക്കും. എന്നെ കൊണ്ട് ഇനി എറിനെ കൊല്ലാനായിട്ട് കഴിയോ? അഥവാ ഞാൻ അവനെ കൊന്നാലും നിനക്കത് നോക്കി നിൽക്കാനായിട്ട് കഴിയോ? സത്യത്തിൽ ഞാൻ എല്ലാം മടുത്തു. ഇത്രയും കാലവും ഇതിനൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ ഞാൻ കൊന്നുകളഞ്ഞു. പക്ഷെ ഇനി എനിക്ക് അത് ചെയ്യാനാവും തോന്നുന്നില്ല. ഒരുപക്ഷെ എറിനെ പോലും എനിക്കിനി കൊല്ലാൻ സാധിക്കില്ല. ഞാൻ എല്ലാം മടുത്തു എന്ന് പറഞ്ഞ് അവൾ കരയും. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരുപാട് ദുഃഖം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.